മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മല്ലികാമ്മ റസിയയോടായിട്ട് എൻ്റെ വീട്ടിൽ സ്വർണ്ണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഉണ്ട് മല്ലികെ, അതിവനെ എടുത്തു തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ റസിയ. തുടർന്ന് ആ കള്ളനെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി അയാൾ വെച്ച സ്ഥലത്ത് സ്വർണം തപ്പി നോക്കുമ്പോൾ അവിടെ സ്വർണ്ണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സ്വർണം കാണുന്നില്ല എന്ന് അയാൾ പറയുമ്പോൾ ശരിക്കും നോക്കാൻ എസ് ഐ പറയുമ്പോൾ വീണ്ടും നോക്കിയതിന് ശേഷം അയാൾ ഇല്ലയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം അവിടെ ഇല്ലയെന്ന് CI വന്ന് റസിയയെ അറിയിക്കുമ്പോൾ സത്യം പറ, ആ സ്വർണം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് റസിയ മല്ലികാമ്മയോടായിട്ട് ചോദിക്കുമ്പോൾ പുളിശ്ശേരി വെച്ച് കഴിച്ചു എന്ന് പരിഹാസ രൂപേണ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ റസിയക്ക്. തുടർന്ന് പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അപ്പോൾ കളിക്കാതെ എന്ന് റസിയ മല്ലികാമ്മയുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നു. എനിക്ക് മനസ്സിലായി നിൻ്റെ പ്ലാൻ. ദൈവാധീനമുള്ളവളാണ് ഈ മല്ലിക. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത്. സ്വർണം ഇവിടെ വെക്കാൻ ഇവനോടല്ലേ പറഞ്ഞത്? ഇവനോട് തന്നെ ചോദിക്കുക അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ റസിയയോട്. റസിയാണെങ്കിൽ മല്ലികാമ്മയെ കൊടുക്കാനുള്ള തൻ്റെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവാത്തത് കൊണ്ട് തന്നെ നാണം കെട്ട് കലി തുള്ളിക്കൊണ്ട് അവിടെ നിന്നും പോവാണ്ട് ചെയ്യുന്നത്. കളി മല്ലികയോടാണെന്ന് മല്ലികാമ്മ സ്വയം പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ സ്വർണം നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് റസിയ കള്ളനെ വിരട്ടുമ്പോൾ മാഡം എന്നെ വിശ്വസിക്കണം, ഞാൻ ആ വീട്ടിൽ തന്നെയാണ് സ്വർണം വെച്ചത്. സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്നും കള്ളൻ പറയുമ്പോൾ നീ തന്നെ അത് എടുത്തിട്ടുണ്ടാവുമെന്ന് റസിയ വീണ്ടും പറയുമ്പോൾ എന്നെ വിശ്വസിക്കണം മാഡം, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ ആ കള്ളന്. അപ്പോൾ റസിയ പറയുന്നുണ്ട്, ലക്ഷങ്ങൾ വിലയുള്ള ആഭരണങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു കിട്ടാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ CIക്ക് നിർദ്ദേശം നൽകാണ്ട് റസിയ. തുടർന്ന് CI ആണെങ്കിൽ അയാളെ തലങ്ങും വിലങ്ങും ഇട്ട് മർദ്ദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം CI റസിയയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, പല രീതിയിലും അയാളെ ചോദ്യം ചെയ്ത് നോക്കി മാഡം, രക്ഷയില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതെവിടെ പോയി, ഇനി മല്ലിക എങ്ങാനും എടുത്തിട്ടുണ്ടാവുമോ എന്ന് റസിയ പറയുമ്പോൾ മല്ലിക ചില്ലറക്കാരിയല്ല, സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ പെടും എന്ന് CI റസിയയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി അവരെടുത്ത് മാറ്റിയതാണോ എന്ന് റസിയ വീണ്ടും ചോദിക്കുമ്പോൾ അതിന് സാധ്യതയില്ല മാഡം, രാഘവൻ ആ സ്വർണം അവിടെ കൊണ്ടുവച്ചത് ആരും കണ്ടിട്ടില്ല. കാണാതെ മല്ലികയ്ക്ക് അതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് CI റസിയയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. മല്ലിക അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? എന്തായാലും അയാളെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ പറയുന്നുണ്ട് റസിയ CIയോട്. തല്ലി കൊന്നാലും വേണ്ടിയില്ല, എനിക്ക് എൻ്റെ ആഭരണം തിരിച്ചു കിട്ടണമെന്നും റസിയ CIയുടെ ആയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മല്ലികാമ്മ റസിയയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മല്ലികാമ്മയെ കണ്ട ഉടനെ തന്നെ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ, ഇത് ഓഫീസല്ല എൻ്റെ വീടാണെന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനൊന്നുമല്ല ഞാൻ വന്നത്, നിങ്ങളുടെ സ്വർണം അത് തിരിച്ചു തരാനാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ആഭരണത്തിൻ്റെ പൊതി റസിയക്ക് കാണിച്ചു കൊടുക്കുകയാണ് മല്ലികാമ്മ. അപ്പോൾ അത് കണ്ട് റസിയ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളാണല്ലേ അതെടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരു കള്ളനെ കൂട്ടുപിടിച്ച് എന്നെ കൊടുക്കാൻ നോക്കിയാൽ മിനിമം ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ റസിയ? അവൻ മതിൽ ചാടുന്നതും സ്വർണം വീട്ടിൽ വെക്കുന്നതും ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന രഹസ്യ ക്യാമറയിലൂടെ കണ്ടു. അപ്പോൾ എനിക്കറിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ റസിയ ആയിരിക്കുമെന്ന്. എങ്കിൽ പിന്നെ റസിയ കുറച്ചു നേരമെങ്കിലും ആഭരണം നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിക്കണമല്ലോ എന്ന് ഞാനും നിശ്ചയിച്ചു. അങ്ങനെയാണ് ആഭരണം ഞാൻ എടുത്തു മാറ്റാൻ തീരുമാനിച്ചത് എന്ന് മല്ലികാമ്മ റസിയോടായിട്ട് പറയുമ്പോൾ എന്നാൽ പിന്നെ ഈ സ്വർണം നിങ്ങൾക്ക് തന്നെ എടുക്കാമായിരുന്നില്ലേ? എങ്കിൽ പിന്നെ ഞാൻ കുറച്ചും കൂടെ വേദനിച്ചേനല്ലോ എന്ന് റസിയ പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിക്കുന്നില്ല റസിയ, എനിക്കുള്ളതും കൂടി മറ്റുള്ളവർക്ക് കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. കോടികൾ വില വരുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് എഴുതി കൊടുത്തവളാണ് മല്ലിക. എനിക്ക് വേണമെങ്കിൽ ഈ ആഭരണം എടുക്കാമായിരുന്നു, നിന്റെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിച്ച് കളയാമായിരുന്നു. ഞാനത് ചെയ്യില്ല. ചെയ്താൽ ഞാൻ നീയും തമ്മിൽ എന്താ വ്യത്യാസം? ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത കളികളുമായിട്ട് എൻ്റെ മുമ്പിൽ വരരുത്. റസിയയുടെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടെ നല്ല ഗൗരവമുള്ള സ്റ്റാൻഡേർഡുള്ള തിരിച്ചടികളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ നിരാശപ്പെടുത്തരുത് എന്നൊക്കെ മല്ലികാമ്മ അങ്ങനെ പറയുമ്പോൾ ഒരിക്കലുമില്ല, നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല. ഒന്നും ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഇനിയും കാണേണ്ടി വരുന്ന റസിയ പറയുന്നതും അങ്ങനെയാവട്ടെ, റസിയയെ കാണുന്നത് എനിക്കും സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മയും. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ ഈ ആഭരണങ്ങൾ വീട്ടിലല്ല സൂക്ഷിക്കേണ്ടത്, ലോക്കറിലാണ്. ഞാനായതുകൊണ്ട് തിരിച്ചു തന്നു. ഇനി ആ കള്ളൻ തന്നെ ഇവിടെ കയറി ഇത് മോഷ്ടിച്ചാൽ എന്ത് ചെയ്യും? കള്ളനല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല ആരെയും എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം ആ ആഭരണ പൊതി റസിയയുടെ നേരെ വലിച്ചെറിഞ്ഞതിന് ശേഷം മല്ലികാമ്മ കൂളായിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണ്ട് ചെയ്യുന്നത്. അതിനുശേഷം റസിയ പ്രതിഭയുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, അവളായതുകൊണ്ട് ആ സ്വർണം മാഡത്തിന് തിരിച്ചു തന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തേനേന്ന് പറയുമ്പോൾ അത് ശരിയാ, അല്ലെങ്കിൽ എനിക്ക് ലക്ഷങ്ങളുടെ സ്വർണം നഷ്ടപ്പെട്ടേനെ എന്ന് പറയുന്നുണ്ട് റസിയ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, മല്ലികയെ വീഴ്ത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര വലിയ കുരുക്കുണ്ടാക്കിയാലും അതിന് ചാടിപ്പോരാൻ നല്ല മിടുക്കുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രതിഭ. അപ്പോൾ റസിയ പറയുന്നുണ്ട്, ഇത്തവണ എനിക്കൊരബദ്ധം പറ്റി, പക്ഷേ എന്നും അങ്ങനെ പറ്റണമെന്നില്ല എന്ന് പറയുമ്പോൾ എന്നും പറ്റും. അപ്പുറത്ത് മല്ലികയാണെങ്കിൽ എന്ന് പ്രതിഭ പറയുന്നതും അപ്പോൾ എനിക്ക് അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണോ പ്രതിഭാമ്മ പറയുന്നതെന്ന് പറയുമ്പോൾ
അങ്ങനെയല്ല, പറ്റും. ഞാൻ CM ആയിരുന്നപ്പോൾ മല്ലികയെ അകത്താക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ അതിനവൾ എനിക്ക് തിരിച്ചടിയും തന്നു. ഈ വഴക്കിൽ മേഡത്തിൻ്റെ ഒരു മേൽക്കൈ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ മല്ലികയെ വിട്ട് ചിത്തിരിയെ പിടിക്കണം. ചിത്തിരിയെ തൊട്ടാൽ മല്ലികയ്ക്ക് പൊള്ളും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രതിഭ റസിയക്കായിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന റസിയാണെങ്കിൽ അവൾ കുട്ടിയല്ലേ, പോരാത്തതിന് ഹോസ്റ്റലിലും ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ പരിധിയൊക്കെ മേഡം വിചാരിച്ചാൽ മാറില്ലേ, അതിനല്ലേ മേഡത്തിന് അധികാരം കയ്യിലുള്ളത്, അതെടുത്ത് പെരുമാറണം എന്നൊക്കെയുള്ള ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതിഭ. അപ്പോൾ റസിയ പറയുന്നുണ്ട്, ബാംഗ്ലൂരിൽ എൻ്റെ വീട്ടിൽ തോരാത്ത കണ്ണീരുമായി എൻ്റെ അമ്മയുണ്ട്. അമ്മയുടെ മുമ്പിൽ ചെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകമുണ്ട്, അവരിപ്പോൾ ഈ ഭൂമിയിൽ ഇല്ലെന്ന്. അന്നേരം എൻ്റെ അമ്മയുടെ മുഖത്ത് വിടരുന്ന ഒരു ചിരിയുണ്ട്. അതിനു വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് കാത്തിരുന്നത്. ആ കാത്തിരിപ്പ് വെറുതെയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചിത്തിരിയെ തൊട്ടാൽ മല്ലികയ്ക്ക് വേദനിക്കുമെങ്കിൽ അവളെ തൊടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഒരിക്കൽ അവൾ എൻ്റെ കൈപ്പിടിയിൽ വന്നതാണ്. അന്ന് ഞാൻ അവളെ വിട്ടുകളഞ്ഞു. അവളെ ഞാൻ പൂട്ടും. അധികം വൈകാതെ അവൾ പോലീസ് പിടിയിലായി എന്ന് പ്രതിഭാമയ്ക്ക് വൈകാതെ കേൾക്കാം. അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ റസിയ പ്രതിഭയോടായിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രതിഭക്കും തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചിത്രിയുടെ ഹോസ്റ്റൽ വാർഡനെ റസിയ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ടെന്നും പറയുന്നുണ്ട്. തുടർന്ന് ചിത്രിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് റസിയ. അപ്പോൾ ചിത്രി നല്ല കുട്ടിയാണ്, മിടുക്കിയാണെന്നൊക്കെ വാർഡൻ അഭിപ്രായം പറയുന്നതും എന്നാൽ നിങ്ങൾക്ക് തെറ്റി, അവൾ ഒരു നല്ല കുട്ടിയല്ല. അവളാണ് മയക്കുമരുന്ന് കൊടുത്ത് കുട്ടികളെ വഴി തെറ്റിക്കുന്നത്. അവൾ ഏജൻ്റാണ്. ഹോസ്റ്റലാകുമ്പോൾ എളുപ്പമാകുമല്ലോ കച്ചവടം. അതിനു വേണ്ടിയാണല്ലോ സൂത്രത്തിൽ അവളെ ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിയതെന്നൊക്കെ റസിയ പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വാർഡനാണെങ്കിൽ ഞെട്ടലോടെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു മേഡം എന്ന് പറയുന്നതും എന്നാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തെളിവുകളില്ല. തെളിവുകൾ ഉണ്ടാക്കാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഞാനൊരു പാക്കറ്റ് നിങ്ങളെ ഏൽപ്പിക്കും. അത് നിങ്ങൾ കൊണ്ടുപോയി ആരും കാണാതെ ചിത്തിരിയുടെ ബാഗിൽ ഒളിപ്പിച്ച് വെക്കണം. എന്നിട്ട് ആ വിവരം എന്നെ വിളിച്ചറിയിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതെന്തിനാണെന്ന് വാർഡൻ ചോദിക്കുന്നതും ഞാൻ പറഞ്ഞില്ലേ തെളിവുകൾ ഉണ്ടാക്കാൻ, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആ പൊതിയിൽ മയക്കുമരുന്നായിരിക്കും എന്നൊക്കെ റസിയ അവരോട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളത് ചെയ്തിരിക്കണം, എങ്കിലേ എനിക്ക് ചിത്തിരിയെ പൊക്കാൻ പറ്റൂ. നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് റസിയ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ വാർഡനെ. നിങ്ങൾക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ശേഷം ആ മയക്കുമരുന്ന് അവരെ ഏൽപ്പിച്ചതിന് ശേഷം വാർഡനെ പറഞ്ഞു വിടുകയാണ് റസിയ. അതിനുശേഷം ഹോസ്റ്റൽ വാർഡൻ അത് കൊണ്ടുപോയി ചിത്തിരിയുടെ ബാഗിൽ വെക്കുന്നത് അവിടെയുള്ള ചിത്തിരിയുടെ കൂട്ടുകാരി കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഹോസ്റ്റൽ വാർഡൻ റസിയയെ വിളിച്ച് മേഡൻ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നെ ഇതിൽ പെടുത്തരുത് എന്നെല്ലാം റസിയയെ വിളിച്ച് പറയുന്നതൊക്കെ ആ കുട്ടി മറഞ്ഞു നിന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ വാർഡനാണെങ്കിൽ ഇതൊന്നും അറിയുകയും ചെയ്യുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് ചിത്തിരിയുടെ അടുത്തേക്ക് റസിയ പോലീസ് ടീമുമായി എത്തി ചിത്തിരിയെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതും ചിത്തിരി ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടുന്നാണ് നിനക്ക് മയക്കുമരുന്ന് കിട്ടുന്നത്, സ്കൂൾ കുട്ടികൾക്കിടയിൽ നിന്ന് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന പ്രമുഖ കണ്ണിയിൽ ഒരാളാണ് നീ എന്ന് ഞാൻ അറിഞ്ഞു. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ ഹോസ്റ്റൽ മുറി ഞാൻ പരിശോധിക്കുകയും ചെയ്തു. വേണ്ട തെളിവുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ റസിയ അങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചിത്തിരിയാണെങ്കിൽ ഞെട്ടലോട് കൂടി എൻ്റെ മുറിയിൽ നിന്നോ എന്ന് ചോദിക്കുന്നതും മുറിയിൽ നിന്നല്ല, നിന്റെ ബാഗിൽ നിന്ന്, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്ന് പറയാം, ജീപ്പിൽ കയറുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് റസിയ. ചിത്തിരിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചതിയാണ് നിങ്ങളീ കാണിക്കുന്നതെല്ലാം, ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ റസിയയാണെങ്കിൽ ആ വാക്കുകളൊന്നും വക വെക്കാതെ ചിത്തിരിയെ കൊണ്ടുപോവാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ വിവരം അറിയുന്ന മല്ലികാമയാണെങ്കിൽ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് കേട്ടോ. മല്ലികാമയെ കാണുന്നതും ചിത്തിരി അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നതും റസിയ അത് തടഞ്ഞുകൊണ്ട് ചിത്തിരിയെ വഴക്ക് പറയുകയാണ്. ശേഷം മല്ലികാമയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങോട്ട് പോകുന്നത്, കൊച്ചുമോള് പെട്ടു, മയക്കുമരുന്ന് വിൽപ്പന ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, അകത്തു പോവും എന്നൊക്കെ പറയുമ്പോൾ മല്ലികാമ തിരിച്ചു പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ മോളെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് എന്നോടല്ലേ ദേഷ്യം, അതെന്നോട് തീർക്കൂ, എന്തിനാ ഈ പാവം കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ റസിയ പറയുന്നുണ്ട്, വലിച്ചിഴക്കും, നിങ്ങളെ വീഴ്ത്താൻ എന്തൊക്കെ വഴികൾ നോക്കാമോ അതൊക്കെ ഞാൻ നോക്കും. ഇവൾക്ക് നൊന്താലേ നിങ്ങൾക്ക് നോവൂ എന്ന് എനിക്കറിയാം. അതിനാണ് എൻ്റെ ശ്രമം എന്ന് പറയുന്നുണ്ട് റസിയ. അപ്പോൾ മല്ലികാമ വീണ്ടും താഴ്മയോടെ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്. കേസിൽ പെട്ടാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി പോകുമെന്ന് പറയുമ്പോൾ ഇവളുടെ ഭാവി പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് റസിയ പറയുമ്പോൾ IAS എഴുതേണ്ട കുട്ടിയാണെന്ന് മല്ലികാമ റസിയക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ IAS ഇവളൊന്നും എഴുതണ്ട, ജീവിക്കാൻ വകയില്ലാതെ ഇരക്കണം അച്ചമ്മയും കൊച്ചുമോളും, ആ കാഴ്ച കണ്ട് രസിക്കണം എനിക്ക് എന്ന് റസിയ പറയുന്നതും ഉടനെ തന്നെ
മല്ലികാമ. നിനക്ക് രസിക്കണമല്ലേ? നിനക്ക് രസിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാടി എന്ന് പറയുന്നതും എന്നെ ഡി എന്ന് വിളിക്കുന്നോന്ന് റസിയ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ മല്ലികാമയും തിരിച്ചു പറയുന്നുണ്ട്, പിന്നെ നിന്നെ ഞാൻ എന്താടി വിളിക്കേണ്ടത്? ഇട്ടിരിക്കുന്ന യൂണിഫോമിൻ്റെ മഹത്വം എന്താണെന്നറിയാതെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കുന്ന നിന്നെ എടി എന്നല്ല അതിന് മോശമായിട്ട് വിളിക്കും ഈ മല്ലിക. നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇരക്കണമെന്നോ? പലരും ശ്രമിച്ചിട്ടുണ്ട്, അതിന് പലവട്ടം നടന്നിട്ടില്ല. അതിന് ഈ മല്ലിക ചാവണം എന്ന് പറയുമ്പോൾ പിടിച്ച് പൂട്ടിയിടാൻ പോലീസുകാരോട് ഉത്തരവിടുന്ന റസിയയുടെ വാക്കുകൾ കേട്ട് മല്ലികാമയെ പിടിക്കാൻ ഒരുക്കുന്ന പോലീസുകാരോട് തൊട്ടുപോകരുത്, എന്നെ തൊട്ടാൽ കൈവെട്ടും, കാക്കിയിട്ടവരാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇത് SP ഓഫീസാണെന്നും ഇവിടെ നിൽക്കുന്ന മേഡം വിചാരിച്ചാൽ എന്തും നടക്കുമെന്നും എനിക്കറിയാം. പക്ഷേ പുറത്തിറങ്ങുമല്ലോ, വെച്ചേക്കില്ല ഞാൻ എന്ന് മല്ലികാമ പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കി പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ. തുടർന്ന് ചിത്തിരിയോടായിട്ട്, ധൈര്യമായിട്ടിരിക്കെ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നിയമം എന്ന് പറഞ്ഞാൽ ഇവളല്ല, ഇവൾക്ക് മുകളിലുണ്ട് ആൾക്കാർ, അവരെ ഉപയോഗിച്ച് നിന്നെ ഞാൻ ഇറക്കും എന്നൊക്കെ മല്ലികാമ പറയുന്നത് കേൾക്കുന്ന റസിയ, എന്നാൽ ഇറക്കുന്നതൊന്ന് കാണിക്ക്. മുൻകൂർ ജാമ്യം എടുത്തതുപോലെ അത്ര എളുപ്പമല്ല ഇവരെ പുറത്തു കൊണ്ടുവരുന്നത്. മയക്കുമരുന്ന് കേസാണ്, കുടുങ്ങിയാൽ കുടുങ്ങിയതാണെന്നൊക്കെ റസിയ പറയുമ്പോൾ മനസ്സിൽ കറ ബാധിച്ച നീ കെട്ടിച്ചമച്ച ഈ കേസിൽ നിന്നും ഊരിക്കൊണ്ടു പോവാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവളെ നീ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഈ പൂട്ടി ചവിട്ടി പൊളിച്ച് തുറന്ന് ഞാൻ എൻ്റെ കൊച്ചുമോളെ കൊണ്ടുപോകും നിൻ്റെ മുമ്പിൽ കൂടി. മിടുക്കിയാണെങ്കിൽ വന്ന് തടയാൻ വിളിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ റസിയയെ. അതോടൊപ്പം തന്നെ ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മല്ലികാമ റസിയക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്